എൻ്റെ ഉമ്മാക്കില്ലേ ഗൈസ് ചിക്കൻ കറി പറയുന്നത് ഇഷ്ടമല്ല. അപ്പം എന്താക്കും എൻ്റെ ഉമ്മ ചോറ് വേണ്ടാച്ചില്ല. അപ്പം ഞാൻ പുറത്തെടുക്കുന്ന ഒരു റെസിപ്പിയാണ് ഗൈസ് ഇത്. അപ്പോൾ ചോറ് വേണ്ടാന്ന് വെച്ചില്ല ഉമ്മ ചോറ് വന്നിട്ട് തിന്നും. അത്രക്ക് മസ്റ്റ് ട്രൈ ആണ് ഗൈസ്, അത്ര ടേസ്റ്റാണ്. അപ്പോൾ നമുക്കത് എന്ത് കറിയൊന്നും ഇല്ലാത്തപ്പോൾ ആക്കിയിട്ട് എടുക്കാം. ഉണക്ക് മീൻ മാത്രം ഉണ്ടാൽ മതി. അപ്പോൾ നമ്മൾ ഗ്യാസ് കത്തിച്ചിട്ട് ആ ചട്ടി വെച്ച് എന്നിട്ട് ഞാൻ എന്താക്കാം എനിക്ക് വേണ്ട ഇതില്ലേ ഉണക്കമീൻ അത് വെള്ളത്തിലിട്ട് വെക്കാം. അന്നെങ്കിൽ അതിൻ്റെ തൊലിയുള്ളൂ, ഇല്ലെങ്കിൽ നമുക്ക് പണിയാവും. അപ്പോൾ അത് ഫസ്റ്റ് ഇട്ട് വെക്കാം. എന്നിട്ടായിട്ട് ഇതപ്പുറം എടുത്ത് വെക്കാം. അപ്പോഴൊക്കെ നമുക്ക് എന്താക്കാം ചൂടായിട്ട് ചട്ടിയില്ലേ ആ ചട്ടിക്ക് എണ്ണ ഒഴിക്കാം. അപ്പോൾ എണ്ണ ഒഴിച്ചിട്ട് എണ്ണ ചൂടാകുമ്പോൾ എന്താക്കുക രണ്ടുള്ളി, ഞാൻ ഇപ്പോൾ ഇവിടെ രണ്ടുള്ളി എടുത്തിന് അത് ഇട്ട് കൊടുക്കാം. എന്നിട്ട് അതിനെ ഇളക്കുക ഗൈസ്, ഇല്ലെങ്കിൽ അടുക്കി പിടിച്ച് പോകും. അപ്പോൾ അത് ഇളക്കിയിട്ടായിട്ട് അതൊരു ഗോൾഡൻ കളറാകുന്നില്ല ഗൈസ്. ഇങ്ങനെ എണ്ണയിൽ നല്ല ഇതായിട്ട് ഗോൾഡൻ കളറാകുന്ന സമയത്ത് നമുക്ക് എന്താക്കാം അതിലേക്ക് മുറിച്ച് വെച്ച് ഞാൻ തക്കാളി അല്ല ഗൈസ്, ഞാൻ രണ്ടെണ്ണ എടുക്കുന്നില്ല. അപ്പോൾ അതിലേക്ക് തക്കാളി ഇട്ട് കൊടുക്കാം. എന്നിട്ട് തക്കാളിയും ഉള്ളിയും നല്ല കായുണ്ട്. അപ്പോൾ നമുക്ക് എന്താക്കാം മീൻ ഇതില്ലേ മീനിൻ്റെ തൊലി എടുത്തിട്ട് വെക്കാം. അപ്പം നമുക്ക് പണിയാവില്ല. അപ്പം അതിൻ്റെ തൊലി കളഞ്ഞിട്ട് അത് വെക്കാം, സെറ്റാക്കിയിട്ട് വെക്കാം. അങ്ങനെ ഞാനിവിടെ മീനിൻ്റെ തൊലിയെല്ലാം എടുക്കുന്നുണ്ട്. കുറച്ച് പണിയുണ്ട് ഇതിൻ്റെ എടുക്കാനൊന്നും. ഫസ്റ്റ് തന്നെ വെള്ളത്തിലിട്ട് വെച്ചെങ്കിൽ വേയാവും. എന്നിട്ട് നമുക്കിതിനെ കഴുകിയിട്ട് അതിനപ്പുറത്ത് മാറ്റി വെക്കാം. അപ്പൊക്കെ എന്താക്കാം തക്കാളി ഉള്ളി ഇതായിട്ട് അതിലേക്ക് നമുക്ക് പുള്ളിട്ട് കൊടുക്കാം. ഞാൻ ഇപ്പോൾ കാണിച്ചിട്ട് അത്ര പുള്ളിട്ട് കൊടുത്താൽ മതി. എന്നിട്ട് അതിലേക്ക് നമുക്ക് മഞ്ഞൾപ്പൊടി ആവശ്യത്തിനുള്ള ഉപ്പെല്ലാം ഇട്ട് കൊടുക്കുക. ഉപ്പെന്ന് പറഞ്ഞ കേസ് ഉപ്പിലൊരു ഇതുണ്ട്, ഉണക്കമീൻ ഉപ്പുണ്ട് ഓൾറെഡി. അപ്പോൾ നമ്മൾ എന്താക്കുക കുറച്ചിടാം, വേണമെങ്കിൽ ആവശ്യമുണ്ടെങ്കിൽ ലാസ്റ്റ് ഇടാം ഉപ്പ് ഉണ്ടാ നോക്കിയിട്ട്. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ കുറച്ചിടുന്നുണ്ട്, ആവശ്യമുണ്ടെങ്കിൽ ഇടാം ഉപ്പ്. എന്നിട്ട് മുളകുപൊടി ഇടാം. ഞാനിപ്പോൾ ഇവിടെ ഒരു 4 ടീസ്പൂൺ ഇടുന്നുണ്ട്. ഇതിൽ 3 തന്നെ കാണിച്ചിട്ടു, പക്ഷെ ഞാൻ 4 ഇട്ടിന്. അപ്പോൾ 4 ടീസ്പൂൺ മുളകുപൊടി ഇട്ടിട്ട് കുറച്ച് ഇതാക്കി കൊടുക്കുക. അത് നല്ല ഇങ്ങനെ മിക്സായിട്ട് വരുമ്പോൾ എന്താക്കാം നമുക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കാം. മുളകുപൊടിൻ്റെ ഇതെല്ലാം പച്ചമണമെല്ലാം മാറണം വയസ്സ്. അപ്പോൾ അതിലേക്ക് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് 2 ഗ്ലാസ് വെള്ളം ആവശ്യമുണ്ടെങ്കിൽ ഇനി ഒഴിക്കാം. ഞാൻ ഇപ്പോൾ 2 ഗ്ലാസ് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇത് കുറച്ച് തിളക്കട്ടെ ഗൈസ്. അപ്പോൾ തിളക്കുമ്പോൾ അങ്ങനെ പച്ചമണമെല്ലാം മാറും. അപ്പോൾ അതിലൊക്കെ നമുക്ക് ഉണക്കമീൻ ഇട്ട് കൊടുക്കാം. അപ്പോൾ എല്ലാം ഉണക്കമീനെല്ലാം ഇട്ട് കൊടുത്തിട്ട് കുറച്ച് ഇളക്കുക ഗൈസ്. അതിലൊക്കെ ഉപ്പ് പുളിയെല്ലാം പിടിക്കട്ടെ. അപ്പോൾ നമുക്ക് എന്താക്കാം ഇതിലൊക്കെ വേണ്ട വെളുത്തുള്ളില്ലേ അത് കുത്തിയിട്ടെടുക്കാം. വെളുത്തുള്ളിയാണ് ഗസിൻ്റെ ടേസ്റ്റ് തന്നെ മാറ്റുന്നൊരു സംഭവം. അപ്പോൾ അതിനെ കുത്തിയിട്ടെടുത്തിട്ട് ഒരു കയ്യിലെടുക്കുക ഗൈസ്. അപ്പോൾ കയ്യിലെടുത്തിട്ട് അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിക്കാം. എന്നിട്ട് എണ്ണ ഒഴിച്ചിട്ട് അതിൻ്റെ മുകളിലേക്ക് കുത്തി വെച്ച് വെളുത്തുള്ളി ഇട്ട് കൊടുക്കണം. എന്നിട്ട് ആ വെളുത്തുള്ളി എന്താക്കണം കറിക്കൊഴിക്കണം. സൂപ്പറായിട്ടുണ്ടാകുന്ന ഗൈസ്. അപ്പോൾ ഒരു മണം വരും നമുക്ക്, വാവ്. അപ്പം തന്നെ നമുക്ക് ചോറ് വയ്ക്കാൻ തോന്നും, അത്രക്കും ഇതാണ്. എന്നിട്ട് ഇനി നമുക്ക് കുറച്ച് കരിച്ചപ്പല ഇട്ട് കൊടുത്തിട്ട് മൂടി വെക്കാം. മൂടിയിട്ട് ഒരു 5 മീൻ വേവുന്നത്തോളം വെച്ചിട്ട് ഫ്ലെയിം ഓഫ് ആക്കാം. അപ്പോൾ ഉണ്ട് ഗൈസ് സൂപ്പറായി കറി റെഡി ആയിട്ടുണ്ടാവും.